അവരുടെ കയ്യിലിരുന്നത് പ്ലാച്ചി തന്നെയാണോ? അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് ഒറിജിനലിന് വേണ്ടി തപ്പി, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു 3 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ അവസാനം ഉണ്ടാക്കിയെടുത്തൊരു പ്ലാച്ചിയാണിത്. അന്നേരം ഇത് പുറത്ത് ഇത് കിട്ടാൻ സാധ്യത കുറവില്ല, കിട്ടുന്നില്ല. ഞങ്ങള് കേരളം മുഴുവൻ തപ്പന്നതിന്റെ അടുത്തൊക്കെ തപ്പി, പക്ഷെ കിട്ടിയില്ല. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ കയ്യിലിരിക്കുന്ന പാവ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇണക്കിയെടുത്തതായിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഒരു ഇഷ്ടം പോലെ. അവസാനം ഞങ്ങൾ തുണിയൊക്കെ വെച്ച് തയ്ച്ചതാ അത്. അന്നേരം അനുമോള് ഈ പാവ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ അനുമോൾക്ക് വന്നിരിക്കുന്ന കയ്യിലിരിക്കുന്ന പാവക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതിൽ വാസ്തവമല്ലേ? എല്ലാവരും എന്നെ വിളിച്ച്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും മറ്റു ചാനലുകളിൽ ഞാൻ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാനത് പറഞ്ഞത് ഫേക്ക് ആണെന്നാണ് പറഞ്ഞത്. അന്നേരം ഇതേപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രോളന്മാരുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ട്രോള് ചെയ്യുക എന്നുള്ളതാണ്. അത് അനുഭവങ്ങളാണ് ശരിക്കും പാഠങ്ങളായിട്ട് വന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ട്രോൾ ചെയ്യണത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ അവർ ട്രോളിങ് നിർത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാസ്തവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തെളിയിച്ചു തരാം.